അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ സംഘത്തിലിരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവര്, പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവര്, പരിഹാസകരുടെ സംഘത്തിലിരിക്കാത്തവര് ഭാഗ്യവാനാകുന്നു. അവന്റെ മനസ്സ് കർത്താവിന്റെ നിയമത്തിലാണ്. അവിടുത്തെ നിയമത്തെ പറ്റി അവൻ പകൽ ധ്യാനിക്കുന്നു. അവൻ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കും. അവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാണ്. അതിന്റെ ഇലകൾ കൊഴിയുന്നില്ല. യഥാകാലം അത് ഫലം തരുന്നു. ദുഷ്ടരോ എന്നാൽ അങ്ങനെയല്ല. കാറ്റിൽ പറക്കുന്ന പതിര് പോലെയാണവർ. ന്യായവിധിയിൽ ദുഷ്ടർ ഉറച്ചു നിൽക്കുകയില്ല. പാപികൾ നീതിനിഷ്ഠരുടെ സമൂഹത്തിലും. കർത്താവ് നീതിനിഷ്ഠരുടെ മാർഗമറിയുന്നു. ദുഷ്ടരുടെ വഴിയോ നാശമടയുന്നു. ജനതകൾ എന്തിനാണ് കലഹിച്ചത്? ജനങ്ങൾ എന്തിനാണ് വ്യർത്ഥകാര്യം വിചാരിച്ചത്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും അണിനിരന്ന് അവരൊന്നു ചേർന്ന് ആലോചിച്ചു. അവർ വെച്ച വിലങ്ങുകൾ നമുക്ക് തട്ടിത്തകർക്കാം. നുകങ്ങൾ നമ്മിൽ നിന്ന് നീക്കിക്കളയാം. അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. അവിടുന്ന് അവരെ പരിഹസിക്കുന്നു. കർത്താവ് അവരോട് കോപത്തോടെ അരുൾ ചെയ്യുന്നു. ക്രോധത്താൽ അവരെ ഭയപ്പെടുത്തുന്നു. എന്റെ ഉടമ്പടി പ്രഘോഷിക്കാൻ വിശുദ്ധമലയായ സിഹിയോനിൽ എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ എന്റെ പുത്രനാകുന്നു. ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിക്കുക, ജനതകളെ അവകാശമായും ഭൂമിയുടെ അതിരുകളെ കൈവശമായും നിനക്ക് നൽകാം. ഇരുമ്പുതണ്ടുകൊണ്ട് നീ അവരെ വേയ്ക്ക്. കുശവന്റെ പാത്രങ്ങൾ പോലെ നീ അവരെ തകർക്കും.
രാജാക്കന്മാരെ ഇപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുവേൻ, ഭൂമിയിലെ അധിപന്മാരെ മനസ്സിലാക്കുവേൻ. ഭക്തിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവേൻ, ആദരപൂർവം അവിടുത്തെ ആശ്ലേഷിക്കുവേൻ. കർത്താവേ, എന്നെ ഞെരുക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു, എനിക്കെതിരായി നിൽക്കുന്നവരും അനേകരാണല്ലോ. നിന്റെ ദൈവത്തിൽ നിനക്ക് രക്ഷയില്ല എന്ന് എന്നോട് പറയുന്നവർ അനേകരാണ്. കർത്താവേ, അങ്ങാണ് എന്റെ തുണയും മഹത്വവും, എന്നെ ശിരസ്സുയർത്തുന്നവരും അങ്ങ് തന്നെ. ഉച്ചത്തെ ഞാൻ കർത്താവിനെ വിളിച്ചു, വിശുദ്ധഗിരിയിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്തു, കർത്താവ് എനിക്ക് തുണയായി നിന്നു. എനിക്കെതിരെ അണിനിരക്കുന്ന 10,000-ങ്ങളെ ഞാൻ തെല്ലും ഭയപ്പെടില്ല. എന്റെ ദൈവമായ കർത്താവേ, എഴുന്നേറ്റ് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ശത്രുക്കളെ പ്രഹരിക്കുകയും ദുഷ്ടരെ തകർക്കുകയും ചെയ്തു. രക്ഷാ കർത്താവിന്റേതാകുന്നു, അങ്ങയുടെ അനുഗ്രഹം എന്നേക്ക് അങ്ങയുടെ ജനത്തിനുള്ളതാണല്ലോ. ദൈവമേ, എന്റെ നീതിമാനായ രക്ഷക, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഞെരുക്കങ്ങളിൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു, എന്നോട് കരുണ തോന്നി എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. മനുഷ്യരെ, നിങ്ങൾ എന്റെ കീർത്തി എത്ര നാൾ മറച്ചുവെക്കും? എത്ര നാൾ മിഥ്യയെ സ്നേഹിക്കുകയും അസത്യം അന്വേഷിക്കുകയും ചെയ്യും? നിങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളുവേൻ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ കർത്താവ് തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എന്നെ ശ്രവിക്കും. കോപിശാലൻ പാപം ചെയ്യരുതേ, ഹൃദയത്തിൽ സംസാരിക്കുവേൻ, കിടക്കയിൽ നിങ്ങൾ ധ്യാനിക്കുവേൻ. നീതിയുടെ ബലികൾ അർപ്പിക്കുവേൻ, കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവേൻ. നല്ലവരെ കാണിച്ചു തരാനും അവിടുത്തെ മുഖകാന്തി ഞങ്ങളിൽ പ്രസരിപ്പിക്കാനും ആരുണ്ട് എന്ന് ചോദിക്കുന്നവർ ഏറെയാണല്ലോ. ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം ആനന്ദം കർത്താവേ അങ്ങ് എന്റെ ഹൃദയത്തിന് നൽകി. ഞാൻ ശാന്തമായി കിടന്നുറങ്ങ്, എന്നെ സമാധാനത്തിൽ വസിപ്പിക്കുന്നത് കർത്താവേ അങ്ങ് മാത്രമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വാധിപനാഥനെ മോദാൻ സ്തുതിഗീതികളാൽ കീർത്തിച്ചിടാം. കർത്താവിൻ തിരുയാത്ര നിണങ്ങൾ ആദരമോടെ ഉൾക്കൊണ്ടിടാം. അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാട്, മർത്യനു ജീവൻ പുനരേകാനായി ബലിയായി തന്നോട് ജീവൻ നൽകി. മാനവ പാപകടങ്ങൾ നീക്കി താതനമായ അനുരഞ്ജനമേകി. ബലിയാടായി ബലിയർപ്പകനായി താതസമക്ഷം നിൽപ്പോനാഥൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സിഹിയോനിൽ തൻ ശ്ലീഹന്മാരെ പ്രോജ്വലരാക്കിയ മിശിഹാനാഥ, തിരുവുത്ഥാന പൊൻപ്രഭവീശും മഹിമ നിറഞ്ഞൊരു പാതയിലൂടെ നിന്നുടെ പ്രിയരാം ശ്ലീഹർക്കൊപ്പം ഞങ്ങൾ നിൻ സ്തുതി പാടി വരുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതി
ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ, അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ, സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഭൂമിയെ വിളിക്കുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നത ദൈവമായ കർത്താവ് സംസാരിക്കുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സിഹിയോനിൽ നിന്ന് ദൈവം തന്റെ മഹനീയ കിരീടം പ്രദർശിപ്പിക്കുന്നു. ദൈവം വരും, അവിടുന്ന് മൗനമായിരിക്കില്ല. തിരുമുമ്പിൽ അഗ്നി ജ്വലിക്കും, അത് അവിടുത്തെ ചുറ്റും നന്നായി പ്രകാശിക്കും. അവിടുന്ന് തന്റെ ജനത്തെ വിധിക്കാൻ മുകളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ബലിയാൻ തന്റെ ഉടമ്പടി ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവിടുത്തെ പക്കൽ ഒരുമിച്ചു കൂടുവിൻ. ആകാശം അവിടുത്തെ നീതി പ്രകാശിപ്പിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ വിധിയാളൻ ദൈവമാകുന്നു. എന്റെ ജനമേ ശ്രവിക്കുക, ഞാൻ നിന്നോട് സംസാരിക്കാം. ഇസ്രായേലേ, നിനക്ക് ഞാൻ സാക്ഷ്യം നൽകുന്നു. ഞാനാകുന്നു ദൈവം, നിന്റെ ദൈവം. നിന്റെ ബലികളെ കുറിച്ച് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. നിന്റെ ദഹന ബലികൾ എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. നിന്റെ ഭവനത്തിൽ നിന്ന് കാളകളെയോ ആട്ടിൻപറ്റത്തിൽ നിന്ന് മുട്ടാടുകളെയോ ഞാൻ സ്വീകരിക്കുകയില്ല. വനത്തിലെ സർവ്വജന്തുക്കളും മലകളിലെ മൃഗങ്ങളും കാളകളും എന്റേതാണല്ലോ. ആകാശത്തിലെ പറവകളെയെല്ലാം ഞാൻ അറിയുന്നു, വനത്തിലെ എല്ലാ ജീവികളും എന്റേതാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവൻ എന്റേതാണ്. കാളക്കുട്ടിയുടെ മാംസം ഞാൻ ഭക്ഷിക്കുകയില്ല, ആട്ടിൻകുട്ടിയുടെ രക്തം ഞാൻ കുടിക്കുകയില്ല. ദൈവത്തിന് കൃതജ്ഞതാ ബലി അർപ്പിക്കുക, അത്യുന്നതനുള്ള നേർച്ചകൾ നിറവേറ്റുക. ഞെരുക്കകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ ബലപ്പെടുത്താം, നീ എന്നെ മഹത്വപ്പെടുത്തുക. ദൈവം പാപിയോട് ചോദിക്കുന്നു, എന്റെ ഉടമ്പടി നാവിൽ വഹിച്ചതുകൊണ്ട് മാത്രം നീയും എന്റെ നിയമപുസ്തകങ്ങളുമായി എന്തു ബന്ധം? നീ എന്റെ ശിക്ഷണം വെറുക്കുന്നു, എന്റെ വചനങ്ങൾ തിരസ്കരിക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുകൂടുന്നു, വ്യഭിചാരിയോട് പങ്കുചേരുന്നു. നിന്റെ വായ് തിന്മ സംസാരിക്കുന്നു, നിന്റെ നാവ് വഞ്ചന പറയുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു, കൂടെപ്പിറപ്പിനെ പരിഹസിക്കുന്നു.
നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. നിന്നെ പോലെയാണ് ഞാനുമെന്ന് നീ വിചാരിച്ചു. ആകയാൽ ഞാൻ നിന്നെ ശാസിക്കും, കുറ്റങ്ങൾ നിന്റെ മുമ്പിൽ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ഇത് ഗ്രഹിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ നശിപ്പിക്കപ്പെടും. ആരും നിങ്ങളെ രക്ഷിക്കുകയില്ല. സ്തോത്രബലി അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, രക്ഷാമാർഗം ഞാൻ അവന് വെളിപ്പെടുത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം മിശിഹായേ, മാനവരക്ഷകനേ. നിർമ്മലമേയാൽ നീ പാപക്കര മാറ്റി. പെസഹ കുഞ്ഞാടിൻ ദിവ്യപ്രതീകത്തിൽ ഒളിവായി നീ വന്നു, രക്ഷാരഹസ്യങ്ങൾ. കുഞ്ഞാടിൻ രക്തം പാപം മായ്ച്ചെങ്കിൽ എത്ര സമുന്നതമീ മിശിഹാതൻ രക്തം. പെസഹ കുഞ്ഞാടിൻ ബലിയുദ്ഘോഷിപ്പൂ, ദൈവികമേഷത്തിൻ പാവനമാം യാഗം. നൂതന പെസഹായിൽ പുത്രൻ മിശിഹായോ, തൻ തിരുരക്തത്താൽ കറകളകറ്റുന്നു. സബതൻ സുതരെല്ലാം ഭക്തിയോടണയുന്നു, പാപവിമോചിതരായി ജീവൻ നേടുന്നു. താതനും ആത്മജനും പാവനറൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ, ഇപ്പോഴും എന്നേക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മടി കൂടാതെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കാനായി രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പൂർവപിതാക്കന്മാർ വഴി നിന്റെ കൃപാധിക്യം തെളിയിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരവും മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചവനുമായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ദൈവരാജ്യത്തിന്റെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ കാരുണ്യത്തിന്റെ നിധി നിങ്ങൾക്കായി തുറക്കപ്പെടും എന്ന് അരുളി ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനവും സംരക്ഷണവും നൽകണമേ. നിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ വിജയശ്രീലാളിതരായി നിന്റെ വലതുഭാഗത്ത് അണിനിരക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.